بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لله ملك السماوات والأرض يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما إنه عليم قدير. സ്നേഹമുള്ള സഹോദരന്മാരെ, വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ദാമ്പത്യ ജീവിതത്തിൽ മുസ്ലിമീങ്ങൾ അവർ പാലിക്കേണ്ടുന്ന ഇസ്ലാമികമായ വശങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിവാഹ ജീവിതത്തിൽ ദമ്പതികൾ ഏറെ ആഗ്രഹിക്കുന്ന കാര്യമാണ് സന്താനങ്ങൾ ഉണ്ടാകണം എന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ വളരെ കൃത്യമായി നമുക്കത് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. തസവ്വജു അൽ വദൂദ അൽ വലൂദ് ഫഇന്നി മുകാസിറുൻ ബികുമുൽ ഉമം. ധാരാളം സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ ധാരാളം പ്രസവിക്കുന്നവരെ നിങ്ങൾ വിവാഹം കഴിക്കുവീൻ. ഈ ഉമ്മത്തിൻ്റെ വർധനവ് അത് ലക്ഷ്യമാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിൽ, വൈവാഹിക ജീവിതം ആരംഭിച്ചു കഴിഞ്ഞ് അല്പനാളാകുമ്പോഴേക്ക് തന്നെ രക്ഷിതാക്കളുടെയും ബന്ധപ്പെട്ടവരുടെയും ഒക്കെ മനസ്സിൽ ആധിയാണ്. പലരും ചോദിക്കാൻ തുടങ്ങും, എന്താ വിശേഷങ്ങളൊന്നും ആയില്ലേ? കാരണം അത് മനുഷ്യന്റെ മനസ്സിലെ ഒരു ആഗ്രഹമാണ്. പ്രകൃതി ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. വിവാഹശേഷം ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ അതിൻ്റെ വിഷമം എത്രയാണെന്ന് മനസ്സിലാകുന്നത് മക്കളില്ലാത്ത ദുഃഖം പേറിക്കൊണ്ട് നടക്കുന്ന ആളുകളുടെ അവസ്ഥകൾ നമ്മൾ കാണുമ്പോഴാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാലും ഒരു കുഞ്ഞിക്കാല് കാണാൻ, ഒരു സന്താനമുണ്ടായി കാണാൻ ആഗ്രഹിക്കുക സ്വാഭാവികം മാത്രമാണ്. മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിൽ ജീവിതത്തിൽ ഈ അനുഗ്രഹം അവർക്ക് ആദ്യ കാലഘട്ടത്തിൽ ഇല്ലാതെയായപ്പോൾ നിരന്തരമായി അതിനു വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകളുടെ ശൈലിയിൽ നിന്ന് തന്നെ
ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു സന്താനമുണ്ടാവുക എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ, നാഥാ നിന്റെ പക്കൽ നിന്ന് നീ എനിക്ക് നല്ലവരായ സന്താനങ്ങളെ പ്രദാനം ചെയ്യണമേ, നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ എന്നിങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി, സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലും ജരാനരകൾ ബാധിച്ചിട്ടും വാർദ്ധക്യത്തിന്റെ ദശയിലെത്തിയിട്ടും നിരാശയില്ലാതെ മഹാനവറുകൾ പ്രാർത്ഥിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് സൂറത്ത് മറിയമിന്റെ ആദ്യ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ഈ ആവശ്യാർത്ഥം അള്ളാഹുവിനോട് തേടിയ തേട്ടമാണ് സൂറത്ത് മറിയമിന്റെ ആദ്യ ഭാഗങ്ങളിലൂടെയായി അള്ളാഹു പറഞ്ഞു തന്നിരിക്കുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നാഥനുമായി നടത്തിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, വളരെ സ്വകാര്യമായി വളരെ വിനയത്തോടെ ഭയഭക്തിയോടെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്നി വഹനൽ അദ്മു മിന്നി, എന്റെ എല്ലുകൾക്കൊക്കെ ബലക്ഷയം ബാധിച്ചിട്ടുണ്ട്. വഷ്തഅലർ റഅസു ശൈബ, തലയൊക്കെ നരമുഖേന കത്തിത്തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ജരാനരകൾ ബാധിച്ചു, എല്ലുകൾക്കൊക്കെ ബലക്ഷയം വന്നു തുടങ്ങി അല്ലാഹ്. എന്നാലും റബ്ബേ, വഹനൽ അദ്മു മിന്നി വഷ്തഅലർ റഅസു ശൈബ വലം അകും ബിദുആയിക റബ്ബി ശഖിയാ, എന്നാലും റബ്ബേ, നിന്നോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഒരിക്കലും നിരാശനല്ല. ഞാൻ നിന്നോട് തേടിക്കൊണ്ടേയിരിക്കുകയാണ്, തേടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ, എന്റെ ഭാര്യയാണെങ്കിൽ ഇന്ന് വരെ പ്രസവിച്ചിട്ടില്ലാത്ത ആ നിലക്ക് വന്ധ്യയാണ്. അതുകൊണ്ട് ഫഹബിലി, നീ എനിക്ക് പ്രദാനം ചെയ്യണേ മില്ലദുൻക വലിയ, നിന്റെ പക്കൽ നിന്നൊരു സഹായിയെ നീ എനിക്ക് നിശ്ചയിച്ചു തരണം, ഒരനന്തരാവകാശിയെ തരണം. നിന്നോടുള്ള പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയാ ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാം വകാനത് ഇംറഅതി ആഖിറാ, എന്റെ ഭാര്യ വന്ധ്യയാണല്ലോ, എനിക്ക് എങ്ങനെ ഈ കുഞ്ഞുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇന്ന റബ്ബക ഹുവ അലയ്യ ഹയ്യിൻ, അല്ലാഹുക്ക് അതൊക്കെ നിസ്സാരമാണ്, അതൊക്കെ വളരെ എളുപ്പമാണ്. വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈഅ, താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഈ ഭൂമിയിൽ, എന്നിട്ട് താങ്കൾ അല്ലാഹു ഉണ്ടാക്കിയില്ലേ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു പ്രശ്നമല്ല. ആശ കൊടുക്കുന്ന രൂപത്തിലുള്ള മറുപടി. മഹാനായ സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞത് ഇങ്ങനെയാണ്: പടച്ച റബ്ബേ, നീ എന്നെ ഏകനായി വിട്ടേക്കല്ലേ. റബ്ബി ലാ തദർനി ഫർദാ വഅൻത ഖൈറുൽ വാരിസീൻ, നീ എന്നെ ഒറ്റക്ക് വിടല്ല റബ്ബേ, എനിക്കൊരു അനന്തരാവകാശിയെ തരണം. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ഇവരൊക്കെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ അവസാന ഘട്ടത്തിൽ പോലും ഒരു കുഞ്ഞില്ലാതെ കഷ്ടപ്പെട്ട് അള്ളാഹുവിനോട് എന്നാലും നിരാശയില്ലാതെ മടുപ്പില്ലാതെ സന്തോഷത്തോടെ ക്ഷമയോടെ സഹനത്തോടെ അള്ളാഹുവിനോട് തേടിയവരാണ്. അപ്പൊ അത് മനുഷ്യന്റെ ഒരാഗ്രഹമാണ്.
സന്താനമുണ്ടായില്ലെങ്കിൽ അതൊരു ദുഃഖം തന്നെയാണ്, അതൊരു മനസ്സിനലട്ടുന്നൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അക്ഷമയും സഹനമില്ലായ്മയും ഒന്നും പ്രകടിപ്പിച്ച് അരുതാത്ത വാക്കുകൾ പറയുകയോ അരുതാത്ത മാർഗങ്ങളെ അന്വേഷിച്ചു പോവുകയോ ഒന്നും പാടില്ല എന്നുള്ളത് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, സന്താനങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന ഒരു നിഅമത്താണ്, അതൊരു അനുഗ്രഹം തന്നെയാണ്. അത് പരീക്ഷണവുമായിട്ട് വരും, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെയും വിശദീകരിക്കാനുണ്ട്. ഏതായിരുന്നാലും സന്താനമുണ്ടാവുക അത് അള്ളാഹു തന്നെ നൽകണം. അള്ളയാണ് തീരുമാനിക്കേണ്ടത്, അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത്. അതിന് അവനോട് മാത്രമേ സങ്കടം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അവനല്ലാതെ ഒരു ശക്തിക്കും അതിന് കഴിയില്ല, മറ്റാർക്കും അതിൽ ഇടപെടാനുമില്ല. അവനാണ് സൃഷ്ടാവ്. അല്ലാഹു തആല സൂറത്തു ശൂറയുടെ 49-50 ആയത്തുകളിലൂടെ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം അധികാരം അല്ലാഹുവിന് മാത്രമാണ്. അള്ളയാണ് ആകാശഭൂമികളുടെ മുഴുവനും അധികാരി, ആധിപത്യം അവന് മാത്രമാണ്. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കുന്നു. അള്ളയാണ് അവൻ ഉദ്ദേശിക്കുന്നതിനെ പടക്കാണ്. ആണോ പെണ്ണോ, തീരെ വേണ്ടേ, കൊടുക്കണോ കൊടുക്കണ്ടേ, അതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? അള്ളാഹു മാത്രമാണ്. അതിൽ മറ്റൊരാൾക്കും അതിൽ ഒരു ഇടപെടലും ഇല്ല. യഹബു ലിമൻ യശാഉ ഇനാസാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ മാത്രം കൊടുക്കുന്നു. ആദ്യം തന്നെ അള്ളാഹു ഇനാസ പറയുന്നത്. ആദ്യം തന്നെ യഹബു ലിമൻ യശാഉ ദുക്കൂറ എന്നല്ല ആദ്യം പറയുന്നത്. ആദ്യം തന്നെ പറയുന്നത് എന്താ? ഇനാസ. കാരണം പെൺകുട്ടികൾ ഉണ്ടായാലും അത് വളരെ മോശമായി കാണുകയും ഇതിന് ജീവനോടെ കുഴിച്ചു മൂടണോ വേണ്ടേന്നൊക്കെ തീരുമാനിച്ച് തലപുകഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്കും കൂടിയാണ് ഇത് ഇറക്കുന്നത്. ഇന്നുണ്ടങ്ങനെ കുറേശ്ശെ. പെൺകുട്ടിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രയാസം കുറേശ്ശെ. എന്താ കുട്ടിന്ന് വെച്ചാൽ അൽഹംദുലില്ലാഹ് ഒരു ഉഷാറ് കുറവൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് പെണ്ണാണ് എന്ന് പറയുമ്പോൾ. അപ്പോ അതൊക്കെ ഒരു ജാഹിലിയത്തിന്റെ അംശങ്ങൾ നിലവിലുണ്ട്. ഇവിടെ നോക്കൂ, അള്ളാഹു ആദ്യം പറഞ്ഞത് പെൺകുട്ടികളുടെ കാര്യമാണ്. കുട്ടികളെ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു ആദ്യം പറയുന്നത് എന്താ? യഹബു ലിമൻ യശാഉ ഇനാസാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെയും നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസാ, അതല്ലെങ്കിൽ അവൻ രണ്ടിനെയും ഇടകലർത്തി കൊടുക്കും. ചിലർക്ക് ആൺകുട്ടികളെയും കൊടുക്കും, പെൺകുട്ടികളെയും കൊടുക്കും. ചിലർക്ക് വെറും ആൺമക്കളെ കൊടുക്കും, ചിലർക്ക് വെറും പെൺമക്കളെ കൊടുക്കും. ഒക്കെ തീരുമാനിക്കുന്ന അള്ളയാണ്. വയജ്അലു മൻ യശാഉ അഖീമാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് തീരെ കൊടുക്കാതെയും വിടും. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ അഖീമാക്കി വിടും. അഖീം എന്ന് പറഞ്ഞാൽ കുഞ്ഞില്ല, വന്ധ്യയാണ്. ആ നിലക്ക് അവനാക്കും. ഇന്നഹു അലീമുൻ ഖദീർ, നിശ്ചയം അല്ലാഹുവാണ് എല്ലാം അറിയുന്നവൻ. ആർക്കൊക്കെ ഏതൊക്കെ കൊടുക്കണം, എത്ര കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, അതൊക്കെ അറിവുള്ളവൻ ആരാണ്? അല്ലാഹുവാണ്. ഖദീർ, അവനെ അതിന് കഴിവുള്ളവനുമുള്ളൂ. അല്ലാഹുവിനെ അത് കഴിയൂ. മക്കളെ കൊടുക്കാൻ, ആണാക്കാൻ, പെണ്ണാക്കാൻ, ഇടകലർത്തി കൊടുക്കാൻ ഒക്കെ എല്ലാം അള്ളയാണ് തീരുമാനിക്കുന്നത്. അത് അവന്റെ മാത്രമാണ്. അതാണ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നതിനെ സൃഷ്ടിക്കുന്നു. സൂറത്തു ശൂറയിൽ വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് കാര്യത്തിലോ, അല്ലെങ്കിൽ എന്തേ വെറും പെൺകുട്ടികളായത് എന്നതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദമ്പതികൾക്കിടയിൽ വർത്തമാനമോ സംസാരമോ കുടുംബത്തിൽ അങ്ങനെയുള്ള ഒരു വാക്കുകളോ ഉണ്ടാവാനേ പാടില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ചിലപ്പോൾ വെറും പെൺകുട്ടികളെ തന്നെ പ്രസവിച്ചു കൂട്ടുന്നവളെ നോക്കിയിട്ട് പറയും, ഇവളെന്ത് പെണ്ണാ, വെറും പെണ്ണിനെ പറയാനായിട്ടുള്ളൊരു യന്ത്രമാണ്, ഇവള് പ്രസവിക്കുകയാണെങ്കിൽ പെണ്ണിനെ പ്രസവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്ന അമ്മായിമ്മമാരുണ്ട്, നാത്തൂന്മാരുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. ജാഹിലിയത്തിൽ അതുണ്ട്. ആ ജാഹിലിയത്തിൻ്റെ പഴയകാല സംസ്കാരമായിരുന്നു അത്. ചരിത്രത്തിൽ നമുക്ക് കാണാം, ഒരു പെണ്ണ്, ഒരു സ്ത്രീ വളരെ സങ്കടത്തോടുകൂടി അവരിങ്ങനെ വിലപിക്കുന്ന ഒരു വിലാപ കാവ്യം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. എന്താ സ്ത്രീ വിലപിക്കുന്നത്? മാലി അബി ഹംസ തലായ തീനാ യളല്ലു ഫിൽ ബൈത്തില്ലദീ യലീനാ ഗദ്ബാന അല്ലാന ലിദിൽ ബനീനാ
ലൈസ ലനാ മിൻ അംരിനാ മാ ശീനാ. അബൂ ഹംസ എന്ന് പറയുന്ന ഭർത്താവുള്ള ഒരു പെണ്ണ് വിലപിക്കുകയാണ്. എന്താ? ഇയാൾ വീട്ടിലേക്ക് വന്നിട്ട് കുറെ കാലായിരിക്കണം. ഈ പുതിയാപ്പിള, ഈ ഭർത്താവ് ഭാര്യയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് വരാതാവാണ്. അതുകൊണ്ട് ഈ പെണ്ണ് രാത്രിയിൽ വിലപിക്കുന്നത് കേൾക്കുകയാണ്. എന്താ വിലപിച്ചുകൊണ്ട് പാടുന്നത്? മാലി അബീ ഹംസ, അബൂ ഹംസക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ലാ യഅ്തീന, നമ്മുടെ അടുത്തേക്ക് വരുന്നേ ഇല്ലല്ലോ. യളല്ലു ഫിൽ ബൈത്തില്ലദീ യലീന, അടുത്തുള്ള വീട്ടിലാണല്ലോ ഇപ്പൊ വന്ന് പൊറുക്കുന്നത്, അടുത്ത വീട്ടിലാണല്ലോ വന്ന് രാത്രി തങ്ങുന്നത്, എൻ്റെ അടുത്തേക്ക് വരുന്നേ ഇല്ലല്ലോ. എന്താ വരാതിരിക്കാൻ കാരണം? ആ സ്ത്രീ പറയുന്നത് ഗൾബാൻ, അയാൾ ദേഷ്യം പിടിച്ചിട്ടുള്ളത്, അയാൾ കോപിഷ്ഠനാണ്. അല്ലാ നലിദിൽ ബനീന, ഞാൻ ആൺകുട്ടികളെ പ്രസവിക്കുന്നില്ല എന്നാണ് മൂപ്പരുടെ കംപ്ലൈന്റ്. ഞാൻ പ്രസവിക്കുന്നതൊക്കെ പെൺകുട്ടികളെയാണ്, ഞാൻ ആൺകുട്ടികളെ പ്രസവിക്കുന്നില്ല എന്നാണ് മൂപ്പരിക്കുള്ള ദേഷ്യത്തിന്റെ കാരണം. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരവെന്നെ മാറ്റിയിരിക്കുകയാണ്. എന്തു പറ്റി അദ്ദേഹത്തിന്? എന്നിട്ട് ആ സ്ത്രീ പറയാണ്, ലൈസ ലനാ, നമുക്കില്ലല്ലോ, മിൻ അംരിന, നമ്മുടെ കാര്യത്തിൽ മാ ശിഅ്ന, നമ്മൾ ഉദ്ദേശിക്കും പോലെ നടക്കൂലല്ലോ. നമ്മളല്ലല്ലോ ഒരു തീരുമാനിക്കുന്നത്. കുട്ടി ആണാവണോ പെണ്ണാവണോ തീരുമാനിക്കുന്നത് അല്ലാഹുവല്ലേ. നമ്മളൊക്കെ അതിൽ ഒരു സ്വാധീനമില്ലല്ലോ. അപ്പൊ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും പെണ്ണുങ്ങളെയാണ് അതിന് കുറ്റപ്പെടുത്തുക. വാസ്തവത്തിൽ പെണ്ണല്ലല്ലോ അതിന് ഉത്തരവാദി, അള്ളാഹുവാണല്ലോ അത് തീരുമാനിക്കുന്നത്. ഇനി ശാരീരികമായി ശരീരശാസ്ത്രം അനുസരിച്ച് തന്നെ പണ്ഡിതന്മാരും വിഷഗ്വരന്മാരും ഡോക്ടർമാരും വൈദ്യശാസ്ത്രമൊക്കെ പറയുന്നത് എന്താണ്? കുട്ടിയുടെ ലിംഗനിർണയത്തിൽ സ്ത്രീക്കല്ല പങ്കാണ്, പിന്നെ ആർക്കാണ്? പുരുഷനാണ്. പുരുഷബീജത്തിലടങ്ങിയ ക്രോമസോമുകൾ, എക്സ് വൈ ക്രോമസോംസിന്റെ പ്രവർത്തനങ്ങളുടെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീയിൽ ജനിക്കുന്ന അഥവാ ആ കുഞ്ഞ് ആണാകുന്നതും പെണ്ണാകുന്നതും. സ്ത്രീക്കതിൽ ഒരു പങ്കുമില്ലാന്നാണ്. ഒരു സ്ത്രീ പെൺകുട്ടികളെ മാത്രം പ്രസവിക്കുകയാണെങ്കിൽ ആരെ നോക്കിയാൽ മതി? ഇനി കുറ്റം പറയുകയാണെങ്കിൽ തന്നെ പറയാൻ പാടില്ല. ഇനി പരാതിപ്പെടുകയാണെങ്കിൽ ആരെയാ പരാതിപ്പെടേണ്ടത്? ഭർത്താവിനെയാ പരാതിപ്പെടേണ്ടത്. അയാളാണ് പ്രശ്നം, അയാളാണ് കാരണം. പെണ്ണൊരിക്കലും അതിന് കാരണക്കാരിയല്ല. അപ്പൊ പുരുഷ ബീജത്തിൽ അടങ്ങിയിട്ടുള്ള ക്രോമസോമുകളുടെ ആ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞ് ആണാകുന്നതും പെണ്ണാകുന്നതും എന്ന് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ പറയുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇതിൽ ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. അള്ളാഹു നൽകുന്ന ഫളലാണ്. ആൺകുട്ടികളെയാണോ? അങ്ങനെ. പെൺമക്കളെ മാത്രാണോ? അങ്ങനെ. രണ്ടും കൂടി ഇടകലർത്തിയിട്ടാണോ? അങ്ങനെ. നീ തീരെ അള്ളാഹു തരുന്നില്ലേ? അങ്ങനെ. അതിലും സഹിക്കാനും ക്ഷമിക്കാനും റബ്ബെന്ത് തന്നാലും സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുവാനുമുള്ള മാനസികമായ അവസ്ഥയാണ് ഒരു മനുഷ്യൻ ഉണ്ടായിത്തീരേണ്ടത്. അപ്പൊ തീരുമാനിക്കുന്നത് അള്ളയാണ്. എന്നാൽ ഈ നിലക്കുള്ള കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾ നടക്കുന്നൊരു മേഖലയാണ്. അന്ധവിശ്വാസികളായ ആളുകൾ അല്ലാഹുവല്ലാത്തവരിലേക്ക് ജനങ്ങളെ കൊണ്ട് തിരിയിപ്പിക്കുവാനും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പ്രേരിപ്പിക്കാനും അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് തേടുവാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചൂഷണത്തിന്റെ മേഖലയാണ് സന്താന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഈ മാലമൗലിദുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളയാണ് തീരുമാനിക്കുന്നത്. ആണിനെ വേണോ പെണ്ണിനെ വേണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് അള്ളയാണ്. എന്നാലോ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് പറഞ്ഞത് എന്താ? പെണ്ണായി പിറന്നുള്ള കുട്ടിയെ ആണാക്കി പൂതി പോൽ മാറ്റുന്ന പൂർണ്ണപ്പോലിവാണോർ. അത് മുഹീദ്ദീൻ ശൈഖിന്റെ പ്രത്യേകത പറയണത്, പെണ്ണായി പിറന്നുള്ള കുട്ടിയെ ആണാക്കി പൂതി പോലെ മാറ്റാൻ മൂപ്പർക്ക് പറ്റുന്നു. ജനിച്ചു വീണത് പെൺകുട്ടിയാണെങ്കിൽ അതിനെ മൂപ്പരെന്താക്കും? ആൺകുട്ടിയാക്കുന്നു. അതിനൊരുപാട് കഥകളും അവർ എഴുതിയിട്ടുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. മുഹീദ്ദീൻ ശൈഖിന് ഒരു കുട്ടിയെ കൊടുത്തു, ഒരു പെണ്ണിന്. അങ്ങനെ ആ പെണ്ണ് പ്രസവിച്ചു നോക്കുമ്പോൾ ആ പെണ്ണും ആ ഭർത്താവൊക്കെ വന്നിട്ട് ആവശ്യപ്പെട്ടത് ആൺകുട്ടിയെ വേണമെന്നായിരുന്നു. അങ്ങനെ ശൈഖ് പറഞ്ഞു ഇങ്ങനെ കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടി ഉണ്ടായി നോക്കുമ്പോൾ പെൺകുട്ടിയാണ്. പെൺകുട്ടിയെയും കൂട്ടിയിട്ടൊരു തുണിയിലൊക്കെ പൊതിഞ്ഞ് പെൺകുട്ടിയെയുമായി ശൈഖ് ജീലാനിയുടെ സമീപത്തേക്ക് ഭർത്താവും അതുപോലെ തന്നെ ഭാര്യയും കൂടെ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് പരാതി പറയാണ്, നിങ്ങളോട് എത്ര കാര്യമായിട്ട് ഞങ്ങൾ പറഞ്ഞതാണ് ഒരു കുട്ടി, ആ കുട്ടി ആൺകുട്ടി ആയിരിക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, ഇപ്പൊ പ്രസവിച്ച് നോക്കുമ്പോൾ പെൺകുട്ടിയാണല്ലോ. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു, പ്രശ്നമല്ല, നിങ്ങൾ വേദാറാവൊന്നും വേണ്ട, ആ കുട്ടിനെ അങ്ങനെ തന്നെ പൊതിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കോളിയും, എന്നിട്ട് നിങ്ങളൊന്നും വരിയും. അപ്പൊ വിവരം അറിയാ, കുട്ടിയെ പൊതിഞ്ഞ് വീട്ടിലെത്തി തുറന്നു നോക്കുമ്പോൾ പെൺകുട്ടി ആൺകുട്ടിയായി മാറിയിരിക്കണേന്ന്. ഇതാണ് മാലപ്പാട്ടിലുള്ള കഥയാണ്. മാലകൾ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളാണ് ഈ പറയുന്നത്. മാത്രല്ല
അള്ളഹാനോട് മുഹീദ്ദീൻ ശൈഖ് ഒരിക്കൽ ഒരു മുരീദ് വന്നിട്ട് ശൈഖിനോട് ആവശ്യപ്പെടാൻ, എനിക്ക് കുട്ടിയില്ല, എനിക്ക് തീരെ മക്കളില്ല. അപ്പൊ ശൈഖ് പറഞ്ഞു, മക്കളില്ലേ? മൂപ്പര് ഉടനെ അള്ളാഹുവിനോട് പറഞ്ഞു, ഒരു കുട്ടിനെ കൊടുക്ക്, അള്ളാഹ് ഒരു കുട്ടിനെ കൊടുക്ക്. അപ്പോൾ അള്ളാഹ് പറഞ്ഞ്, കുട്ടിനെ വിധിച്ചിട്ടില്ലല്ലോ, ആ ദമ്പതികൾക്ക് ഞാൻ കുട്ടിയെ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ മുഹീദ്ദീൻ ശൈഖ് പറയണ്, ഒന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഞാൻ രണ്ടെണ്ണം ആയിക്കോട്ടെ. സാധാരണ തമാശക്ക് കുട്ടികൾ കളിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമൊക്കെ ചോദിക്കലുണ്ട്, ഇതേപോലത്തെ ഒരു കളി. അപ്പൊ അള്ളാഹ് പറഞ്ഞേ രണ്ടും ഇല്ല എന്ന് പറഞ്ഞു, എന്നാ മൂന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഇല്ല മൂന്നും കൊടുക്കാൻ പറ്റൂല, എന്നാ നാലായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കയറ്റി ഇങ്ങനെ പോകുന്നതാണ് മുഹീദ്ദീൻ ശൈഖ്. മരടിയായുള്ള സീറിക്കോരു കുട്ടിയെ മന്നാനെ നൽകി നീ എന്ന് മൊഴിന്തോവർ. മുഹീദ്ദീൻ ശൈഖ് അള്ളഹാനോട് പറഞ്ഞു, മന്നാനെ ഇവർക്കൊരു കുട്ടിനെ കൊടുക്കുകയെന്ന്. അപ്പൊ അള്ളാഹ് മറുപടി പറഞ്ഞു, ലൗഹില്ലവർക്ക് മറുപടി, ലൗഹില്ലവർക്കില്ല പിള്ളകൾ. കേട്ടോ, മറുപടി ലൗഹില്ലവർക്കില്ല പിള്ളകൾ. മുറുക്കുന്ന് രണ്ട് കൊടുക്ക് നീ ദയ്യാനേ, കൊടുക്കാൻ എളുപ്പത്തിലില്ലെങ്കിൽ മൂന്നെണ്ണം, കൊടുക്കാൻ എളുപ്പത്തിലില്ലെങ്കിൽ മൂന്നെണ്ണം കൊടുക്ക് നീ അങ്ങനെ ഏഴോളം പിണ്ടോവർ. കയറ്റി ഇങ്ങനെ പോവുകയാണ് മുഹീദ്ദീൻ ശൈഖ്. അങ്ങനെ 4 പറ്റൂല അറിഞ്ഞേക്കുന്ന 5 കൊടുക്കുന്നതാണ്, 5 അറിഞ്ഞേക്കുന്ന 6 കൊടുക്കുന്നതാണ്. 6 കഴിഞ്ഞ് മുഹീദ്ദീൻ ശൈഖ് 7 എത്തിന്. 7 എത്തിയ ഉടനെ അള്ളാഹ്ക്ക് മനസ്സിലായി, ഇങ്ങനെ വിട്ടാ മുഹീദ്ദീൻ ഇനിയും ചോദിക്കും കുറെ. 800 തീരും മുമ്പേ ഇറയവൻ എംബി ഞാൻ 7 കൊടുക്കാമാതെന്നോവർ. ശൈഖൊന്നിനും മേലൊന്നും ഒഴിവാണ്ടേ, അതുകൊണ്ട് മൂപ്പരിഞ്ഞി പറഞ്ഞ 8 അവസാനം പറയാം, പിന്നെ അതും കൊടുക്കേണ്ടി വരും. പറഞ്ഞാൽ പിന്നെ അത് കൊടുക്കണേ. അപ്പൊ അതുകൊണ്ട് 8 എന്ന് മുഹീദ്ദീൻ ശൈഖ് പറയണതിന്റെ മുമ്പ് അള്ളാഹ് നേരിട്ട് ഇങ്ങോട്ട് സമാധാനിപ്പിച്ചു, ഇനി പറയില്ല മൊയ്തീനെ, ഇനി പറയല്ലേ, 7 ഞാൻ കൊടുത്തോളാം. ഇപ്പൊ എന്തായി? ഒരു കുട്ടിയും വിരിച്ചിട്ടില്ല ലൗഹിൽ എന്ന് പറഞ്ഞ കുട്ടി ആൾക്ക് ഇപ്പൊ ദമ്പതികൾക്ക് എത്ര മക്കളായി? 7 ആളായി എന്നാ കഥ. 7 ആളായി എന്ന കഥ. ചില ആളുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമോ മനംപറ്റലൊക്കെ ഉണ്ടാക്കും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക്. കാരണം ഞങ്ങൾക്കൊന്നും ഇങ്ങനെ വിശ്വാസമല്ല എന്ന്. വാസ്തവത്തിൽ ഇത് അവരുടെ മാലപ്പാട്ടിലുള്ളതാ. എന്നിട്ട് മുഹീദ്ദീൻ ശൈഖ് എന്ത് ചെയ്യാണ്? ഈ പെണ്ണിനൊരു മണ്ണ് മന്ത്രിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ തീരുമാനക്കായി, ശരി എനിക്ക് കുട്ടികളെ എണ്ണുണ്ടാവട്ടെ, പ്രശ്നം നോക്കണ്ട. അങ്ങനെ അവിടുന്ന് ഒരു മണ്ണ് വാരിയിട്ട് മന്ത്രിച്ചിട്ട് കൊടുത്തു. അങ്ങനെ ഈ പെണ്ണ് എന്ത് ചെയ്യാണ്? ആ മണ്ണ് ഒരു അഴിക്കല്ലാക്കിയിട്ട് കഴുത്തിൽ കെട്ടി തൂക്കി നടക്കുകയാണ്. ഈ മണ്ണ് ഇങ്ങനെ അഴിക്കല്ലാക്കിയിട്ട് കെട്ടിത്തൂക്കി ഇങ്ങനെ കുറേ കാലം നടന്നു. അങ്ങനെ 7 മക്കളുണ്ടായി. അതിന് കാലം കുറേ കഴിയുമല്ലോ. അപ്പോൾ 7 മക്കളുണ്ടായി. 7 മക്കളൊക്കെ ഉണ്ട്. 7 ആൺകുട്ടികൾ. 7 ആൺകുട്ടികളുണ്ടായി. ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിനൊരു തോന്നൽ, ഇതിൻ്റെ കാര്യമൊന്നുമില്ലാന്ന്. അയിക്കല്ല് പൊട്ടിച്ച് എന്തിനായി ഈ മണ്ണും കൊണ്ടൊക്കെ നടക്കുന്നത്? ആയിലൊന്നും ഇപ്പോൾ വലിയ കാര്യമില്ല. കണ്ടോ, അയിക്കല്ലിനും കൂടി മാർക്കറ്റ് ഉണ്ടാക്കുകയാണ്. മനസ്സിലാക്കണം കഥയെ. ആരെങ്കിലും അയിക്കല്ല് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പിടിച്ച് എറിയണീനെതിരെയുള്ള ഒരു ഭീഷണി കൂടിയാണ് ആ കഥയിലുള്ളത്. അപ്പോൾ ഈ അയിക്കല്ല് ഇത് പൊട്ടിച്ചെറിയാണ്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഈ മണ്ണിനൊരു നിസ്സാരമാക്കി അതൊന്നും വലിയ കാര്യമൊന്നുമില്ലാന്ന് ഈ പെണ്ണിന് തോന്നിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് 7 ആളും മയ്യത്തായി, 7 മക്കളും മയ്യത്തായി. ഈ പെണ്ണ് ബേജാറായിട്ട് ഷെയ്ഖിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖിൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ടൈം കഴിഞ്ഞു പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റൂലല്ലോ. അപ്പോൾ ഫീ റിവായത്തിൻ നുഹ്റ, കഥയിൽ പറയണ മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, അങ്ങനെ പറഞ്ഞു പെണ്ണ് പിന്നെയും നിന്നിങ്ങനെ സങ്കടപ്പെട്ടപ്പോൾ, എന്നാ പിന്നെ സാരല്ല, എൻ്റെ മനസ്സിനെനിക്ക് മനസ്സിലായി, എന്ത് അതിനോട് ഇനി നിന്നതൊന്നും വേണ്ട, തിരിച്ചു പോയിക്കോ. ചെന്ന് നോക്കുമ്പോൾ 7 ആളും നീറ്റുത്തിരിക്കണം. ചെന്ന് നോക്കുമ്പോൾ 7 ആൺകുട്ടികളും എണീറ്റ് കുത്തിരിക്കുന്നു. ഇങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു വിഭാഗം ആളുകളുടെ വിശ്വാസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ കുട്ടികൾ തീരല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നു. അപ്പൊ തന്നെ സങ്കടം വന്ന് കുട്ടിനെയും തുണിയിൽ പൊതിഞ്ഞിട്ട് വരുമ്പോൾ അത് പെണ്ണല്ലേ, എനിക്ക് പെണ്ണ് വേണ്ടെന്ന് പറയുമ്പോൾ തിരിച്ചു പോയിക്കോന്ന് പറയുമ്പോഴേക്ക് അപ്പോൾക്ക് ആണാക്കുന്നു. ഒരു കുട്ടിനെയും ഞാൻ അവൾക്ക് വിധിച്ചിട്ടില്ല എന്ന് അള്ളാഹ് പറയുന്നു. ആ അള്ളാഹിനോട് ഒന്നില്ലെങ്കിൽ 2, 2 3 ഇല്ലെങ്കിൽ 4 ഇങ്ങനെ പറഞ്ഞ് കയറ്റി ലേലം വിളിക്കും പോലെ വിളിച്ച് 7 അള്ളാഹ് ഇങ്ങോട്ട് പറയണ, മൊയ്തീനെ ഇനി പറയല്ലേ, 800 തീരും മുമ്പേ ഇറയവൻ എംബി ഞാൻ 7 കൊടുത്താമെന്നോവർ. കണ്ടോ, ഞാൻ 7 കൊടുത്തോളാം, ഇനി ചോദിക്കല്ലേ എന്നും പറഞ്ഞു. അപ്പോ ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഈ രംഗത്ത് ധാരാളം. അതുകൊണ്ടാണ് ജാറും മൂടാനും
അതുപോലെ തന്നെ ജാറത്തിൽ പോയി തൊട്ടിൽ കെട്ടാനും, അതുപോലെ തന്നെ പല വൃക്ഷങ്ങളിലും പോയി തൊട്ടിൽ കെട്ടാനൊക്കെ നേർച്ചയാക്കുന്നത്. എന്താ? ഇവർക്ക് കുട്ടികളെ കൊടുക്കാൻ കഴിയും, ഇവരാണ് സന്താന സൗഭാഗ്യം. ഇത് സാധാരണക്കാരായ ആൾക്കാർ മാത്രമൊന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്ക്. നമ്മുടെ നാട്ടിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ AP വിഭാഗത്തിൻ്റെ ഒരു പണ്ഡിതനാണ്, അവരുടെ മെയിൻ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരു അനുഭവം എഴുതുന്നുണ്ട്. അയാൾ തന്നെ എഴുതാണ്. എന്ത്? വിവാഹം കഴിഞ്ഞ് 14 വർഷമായിട്ടും എനിക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നം എന്ത് ചെയ്തു? ഞാൻ പോയി പരാതി പറഞ്ഞു. ഈ പ്രശ്നം ഞാൻ പോയിട്ട് അവതരിപ്പിച്ചു, ഒരാളുടെ മുമ്പിൽ പോയിട്ട് അവതരിപ്പിച്ചു എന്ത് ചെയ്യണമെന്ന്. അവതരിപ്പിച്ചപ്പോൾ എന്താണ് പരിഹാരം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം. കുണ്ടൂർ ഉസ്താദിന്റെ ശ്രദ്ധയിൽ പോയി പെടുത്തിയാൻ ഈ പ്രശ്നം. കുണ്ടൂർ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അത് പിന്നെ മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനയിലുള്ള ഖബറിന്റെ ഭാഗത്തേക്ക് പോകാതെ തിരക്ക് കാരണത്താൽ മൂപ്പരിങ്ങനെ മാറി നിൽക്കുകയായിരുന്നു എന്നാണ് ഈ പറയുന്ന കുണ്ടൂർ എന്ന് പറയുന്ന ആള്. നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ അന്ധവിശ്വാസത്തിന്റെ ആഴം പറയാനാ സുഹൃത്തുക്കളെ നമ്മളിത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ കുണ്ടൂർ ഇങ്ങനെ ഖബറിന്റെ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള ആ റൂമിന്റെ ഭാഗത്തേക്ക് ജനത്തിരക്ക് കാരണത്താൽ ഇങ്ങനെ പോകാതെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. മാറി നിൽക്കുമ്പോൾ അവിടുന്ന് ഇത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിളിക്കണ്, വാ കുണ്ടൂരേ വാ, ഈ എന്താ അങ്ങനെ മാറി നിൽക്കണ്? അപ്പോൾ പറഞ്ഞു, അവിടെ തിരക്കല്ലേ നബിയെ, അതുകൊണ്ട് നിങ്ങളെ അടുത്തേക്ക് വരാൻ എനിക്ക് പൂതിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ജനത്തിരക്ക് കാരണത്താൽ എനിക്ക് പ്രയാസമുണ്ട്. പറഞ്ഞു, എനിക്കിവിടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ ഹുനാക്ക അബൂബക്കർ, അവിടെ അബൂബക്കർ ഉണ്ടായിരുന്നു എന്നാണ്. ശരി, ഞാനൊരു സാന്ദർഭികമായി പറഞ്ഞതാണ്. നമ്മളെ സമൂഹം എപ്പോഴും ഇങ്ങനെ വിശ്വസിക്കുകയാണ്, ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം ആളുകളുണ്ട്. അപ്പൊ ഈ പറയുന്ന കുണ്ടൂരിന്റെ ശ്രദ്ധയിൽ പോയി പെടുത്തി ആര്? പൊന്മള എന്ന് പറയുന്നയാള്. എന്താണ് വിഷയം? എനിക്ക് 14 കൊല്ലമായിട്ടും കുട്ടികളില്ല. വാസ്തവത്തിൽ എന്താ വേണ്ടത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല അബ്ദുൽ ഖാദറെ. അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹിസ്സലാമിന് സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല അബ്ദുൽ ഖാദറെ. അള്ളാനോട് തേട്, അവരൊക്കെ പറഞ്ഞതുപോലെ തേടിക്കോ എന്നല്ലേ ഉപദേശിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ ഈ ആൾ എന്താ പറഞ്ഞത്? 41 ദിവസം തുടർച്ചയായി പുത്തൻപള്ളിയിലെ ശൈഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ മഖാമ് സിയാറത്ത് ചെയ്യാനായിരുന്നു നിർദ്ദേശം. കണ്ടോ, 41 ദിവസം നീ എന്ത് ചെയ്തോ? പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലെ ജാറം പോയിട്ട് ഇങ്ങനെ സിയാറത്ത് ചെയ്യണം. അപ്പൊ പെരുമ്പടപ്പ് പുത്തൻപള്ളി പോയിട്ട് സങ്കടം പറയാനാണ് ഇയാള് ആവശ്യപ്പെട്ടത്. അങ്ങനെ പൊന്മള പറയാണ്, ഞാൻ അത് പ്രകാരം ചെയ്തു. 40 ദിവസങ്ങൾക്കുള്ളിൽ ഭാര്യ ഗർഭിണിയായി. അത് 41 തികഞ്ഞില്ല, അപ്പോഴേക്കെന്നെ ഭാര്യ ഗർഭിണിയായി. ഇത് എഴുതുന്നതാരാ? പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ. അപ്പൊ സാധാരണക്കാരിലേക്ക് എന്ത് മെസ്സേജ് ആയതുകൊണ്ട് നൽകുന്നത്? സാധാരണക്കാരൻ ഇത് വായിക്കുന്ന ഒരാളിലേക്ക് എന്ത് സന്ദേശമാണ് ഇതിലൂടെ പകർന്നു കൊടുക്കുന്നത്? ആലോചിച്ചു നോക്കൂ. കുഞ്ഞില്ലെങ്കിൽ ദർഗയിലാണ് പോകേണ്ടത്, കുട്ടികളെ കിട്ടാൻ മഖാമിലാണ് പോകേണ്ടത്. അങ്ങനെ അവരോട് പറഞ്ഞാൽ കാര്യം ശരിയാകും. ആ ഒരു മെസ്സേജ് അല്ലേ കൊടുക്കുന്നത്? ഇത് വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്ന സിദ്ധാന്തമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നതാണോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരുടെ മഖാമിൽ പോയിട്ടാ കുഞ്ഞിനെ കിട്ടിയത്? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരുടെ മഖാമിൽ പോയി സിയാറത്ത് ചെയ്തിട്ടും തേടിയിട്ടുമാണ് കുഞ്ഞിനെ കിട്ടിയത്? റബ്ബിനോടല്ലേ അവരൊക്കെ പറഞ്ഞത്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ. റബ്ബി, എന്റെ രക്ഷിതാവേ. ഇതല്ലേ സക്കരിയ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഒക്കെ പ്രാർത്ഥന. ഒരിക്കലെങ്കിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ മുൻഗാമികളായ പ്രവാചകന്മാരോ അവരെ പിൻപറ്റിയ സാലിഹീങ്ങളായ മഹത്തുക്കളോ ഒരാളും തന്നെ സന്താനലബ്ധിക്ക് വേണ്ടി നിങ്ങൾ മഹാന്മാരെ അടക്കം ചെയ്തിട്ടുള്ള മക്ബറകൾ പോയി സിയാറത്ത് ചെയ്ത് അവിടെ പോയി സങ്കടം പറഞ്ഞോളൂ, അവിടെ പോയി ദുആ ചെയ്തോളൂ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലാതെ ഇസ്ലാമിന്റെ രീതിയുമല്ല. അപ്പൊ ആലോചിച്ചു നോക്കണം, ഈ രംഗത്ത് നടക്കുന്ന ചില ചൂഷണങ്ങളുടെയും മാലപ്പാട്ട് കഥകളുടെയും ഒക്കെ കാര്യങ്ങൾ ഇതാണ്. ഇനി സഹോദരന്മാരെ, മാത്രല്ല ഈ രംഗത്ത് ചില ആളുകൾ ഒരുപാട് കാര്യങ്ങളുമായി സമൂഹത്തെ പറ്റിക്കുന്നുണ്ട്. പല കാര്യങ്ങളും അവർ സമൂഹത്തോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ. കുട്ടികൾ തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ, ആൺകുട്ടികൾ ഉണ്ടാവാൻ ഒക്കെയുള്ള പല രൂപത്തിലുള്ള
തന്ത്രങ്ങളും മന്ത്രങ്ങളും കാര്യങ്ങളുമൊക്കെ ഇന്ന് സമൂഹത്തിൽ നിരവധിയാണ്. ഞാനിതൊക്കെ നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കുന്നത് കുറെ കഴിഞ്ഞിട്ടാവും ഇതൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ വരിക. അപ്പോൾ ഇത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആരും വിളിക്കണ്ട, ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ആരോടും മെസ്സേജ് വായിക്കണ്ട. അപ്പൊ അതുകൊണ്ടാണ് ചിലതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലും സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ കേട്ടോളൂ. ഒന്ന്, ഗർഭിണിയെ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ പിറക്കുന്നത് ആണാകുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഒക്കെ പറയപ്പെടലാണല്ലോ, ഇങ്ങനെ കീലിയും കാലയൊക്കെ ആണല്ലോ. താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ പിറക്കാൻ പോകുന്ന കുട്ടി ആണാകുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ഫലം എന്താണ്? കാര്യം എന്താണ്? ഗർഭിണിയെ ഖിബിലക്ക് അഭിമുഖമായി നിർത്തി ആയത്തുൽ കുർസി ഓതുക. അങ്ങനെ ഗർഭായ പെണ്ണിനെ ഖിബിലയുടെ നേരെ തിരിച്ചു നിർത്തിയിട്ട് ആയത്തുൽ കുർസി ഓതുക. അനന്തരം അവളുടെ നെഞ്ചത്ത് ചെറുതായി അടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക, അല്ലാഹുമ്മ ഖദ് സമ്മൈതുഹു മുഹമ്മദാ എന്ന് പറയണമെന്നാണ്. അവള് ഖിബിലക്ക് അഭിമുഖമായിട്ട് ഇങ്ങനെ നിർത്തുക, എന്നിട്ട് ആയത്തുൽ കുർസി ഓതുക. അവളെ നെഞ്ചത്ത് ചെറുതായിട്ടൊരു കൊട്ട് കൊട്ടിയിട്ട് പറയാ, അല്ലാഹുവേ ഖദ് സമ്മൈതുഹു മുഹമ്മദാ, ഞാൻ പേര് മുഹമ്മദ് എന്ന് ഇട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അതല്ലാതെ നിവൃത്തിയില്ലല്ലോ, ഇയാൾ ഇട്ടുപോയില്ലേ. അല്ലാഹുമ്മ ഖദ് സമ്മൈതുഹു മുഹമ്മദാ, ഞാൻ ഈ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വിളിച്ചിരിക്കുന്നു. അപ്പൊ ആൺകുട്ടി ഇനി ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് അവൻ പറഞ്ഞ പിന്നെ ഞാൻ ആൺകുട്ടി ഉണ്ടാവുക. രണ്ടാമത്തെ മാർഗം, ഇണ ചേരാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ ഭർത്താവ് തന്റെ വലങ്കൈയിന്റെ പള്ള ഭാര്യയുടെ പൊക്കിളിന്റെ വലതുഭാഗത്ത് വെച്ച് സൂറത്തുൽ ഖദ്ർ 7 പ്രാവശ്യം ഓതി തീർക്കുക. പിറക്കുന്ന കുഞ്ഞ് ആണാകുമത്രേ. അതും അത്രേ. ഇങ്ങനെ പറയാണ്. ഇതൊക്കെ വിറ്റ് കാശുണ്ടാക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ മൻസിലും മഫാസും അങ്ങനെ പല രൂപത്തിലുള്ള ബുക്കുകളിലും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് അടുത്ത പരിപാടി പറഞ്ഞത്. മൂന്നാമത്തതോ, റഹ്മാൻ റഹീം എന്നീ നാമങ്ങൾ ഒറ്റ അക്ഷരങ്ങളായി കൂട്ടി എഴുതരുത്. റ ഹ യ മീം ഇങ്ങനെയൊക്കെ. അങ്ങനെയാണ് ഈ പിന്നെ കണ്ടിട്ടില്ല ഈ തകിടിലും അതുപോലെ തന്നെ ഏലസിലൊന്നും കൂട്ടി എഴുതൂല. പിഞ്ഞാണ എഴുതുമ്പോഴൊന്നും കൂട്ടി എഴുതൂല. ബിസ്മിയൊക്കെ ചേർത്ത് എഴുതൂല. ബ സീൻ ഇങ്ങനെ സീൻ ഇങ്ങനെ എഴുതുള്ളൂ. അപ്പൊ ഇങ്ങനെ റഹ്മാൻ റഹീം എന്നീ നാമങ്ങൾ ഒറ്റാക്ഷരങ്ങളായി നല്ല വൃത്തിയും ശുദ്ധിയുമുള്ള പാത്രത്തിൽ എഴുതി പനിനീർ കൊണ്ട് മായ്ക്കുക. അനന്തരം അതിൽ അല്പം കസ്തൂരി വിതറി ഭാര്യ ആർത്തവ കുളി നിർവഹിച്ച ശേഷം കുടിക്കുക. കുട്ടിയാണാകും. നാലാമത്തെ മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഒക്കണം നിങ്ങൾ, അള്ളാന്റെ റസൂലിന്റെ പേര് തന്നെയാണ് ഒക്കെ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്? എന്താ നബി പറഞ്ഞത്? ഭാര്യയുടെ ഗർഭം ഉറപ്പായ ഉടനെ ഒരുത്തൻ അവളുടെ വയറ് തടവി താഴെ പറയുന്ന പ്രാർത്ഥന നടത്തിയാൽ പിറക്കുന്ന കുഞ്ഞ് ആണായി തീരും. എന്താ പ്രാർത്ഥന? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉസമ്മി മാ ഫീ ബത്നിഹാ മുഹമ്മദാ ഫജ്അൽഹു ലീ ദക്കറാ. ബിസ്മിക്ക് ചൊല്ലിയിട്ട് ഉസമ്മി മാ ഫീ ബത്നിഹാ മുഹമ്മദാ, ഇവളുടെ വയറ്റിലുള്ള കുട്ടിക്ക് ഞാൻ പേര് മുഹമ്മദ് എന്ന് വിളിച്ചിരിക്കുന്നു. ആകയാൽ ഫജ്അൽഹു ലീ ദക്കറാ, അതിന് കാൺകുട്ടിനാക്കി തരണം. അതാണ് പറഞ്ഞ. ഇത് പല ദമ്പതികൾക്കും പരീക്ഷിച്ച് തെളിഞ്ഞ സത്യമാകുന്നു എന്നാ പറയുന്നത്. ഇത് വളരെ സത്യമാണ്. ഇതെവിടെ വന്നത്? പെണ്ണുങ്ങൾക്ക് നടത്തുന്ന ഒരു മാസികയുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാര് അവർ നടത്തുന്നൊരു മാസികയുണ്ട്. ആ മാസികയിലെ 2013 മാർച്ച് ലക്കത്തിൽ വളരെ കൃത്യമായിട്ട് ഇത് പറയാം. ഇനിയോ സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി വേറെ രൂപത്തിലുള്ള കാര്യങ്ങളും പറയുന്നു. ഭാര്യയും ഭർത്താവും 3 ദിവസം നോമ്പെടുക്കുക. നോമ്പുകാരനായിരിക്കെ ഭർത്താവ് വിശുദ്ധ ഖുർആനിലെ 73-ാം അധ്യായം സൂറത്തുൽ മുസ്സമ്മിലെ 11 തവണ വീതം 3 ദിവസവും ശുദ്ധമായ തേനിൽ മന്ത്രിക്കുക. ആ തേൻ ഉപയോഗിച്ച് ദമ്പതികൾ നോമ്പ് തുറക്കുക. പ്രസ്തുത 3 ദിവസവും ശാരീരിക ബന്ധം പുലർത്തുക. കുട്ടികൾ ജനിക്കുമെന്ന് 14-ാം നൂറ്റാണ്ടിന്റെ മതപരിഷ്കർത്താവും പ്രമുഖ ഉത്തരേന്ത്യൻ പണ്ഡിതനുമായ അഹമ്മദ് റസാഖാൻ ബറേൽവി പറയുന്നു. അഹമ്മദ് റസാഖാൻ ബറേൽവി ആരാണ് മനസ്സിലായോ? ബറേൽവിസത്തിന്റെ നേതാവ്. ബറേൽവികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉത്തരേന്ത്യയിലുള്ള വിഭാഗം. വളരെ മോശപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും തങ്കം 24 കാരറ്റ് അന്ധവിശ്വാസത്തിന്റെ ഹോൾസെയിൽ ഏജന്റുമാർ. അവരാണ് സൂഫി സമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടിയത്. വിളിച്ചു കൂട്ടിയ ബറേൽവി വിഭാഗം എന്ന് പറഞ്ഞാൽ അവരാണ്. മനസ്സിലായോ? ഈ രൂപത്തിൽ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലേക്ക് മാർക്കറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ പലതും പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങളും ഈ രംഗത്ത് സമൂഹത്തിന് ഇത് വല്ലാത്തൊരു മാനസികമായി ആഘാതമുണ്ടാക്കുന്നൊരു വിഷയമായതുകൊണ്ട്
ആ രംഗത്തേക്ക് അത്യധികം കാര്യങ്ങളുമായിട്ടാണ് സമൂഹത്തിലേക്ക് അവർ ഇറങ്ങി വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ മഫാസുകാരൻ മുസ്ലിയാർ, ആ മൻസിലും മഫാസും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളുണ്ട്. അത് ടി വിയിലൊക്കെ എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരങ്ങളൊക്കെ പ്രതിവിധികളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അദ്ദേഹം പറയുന്നു, സൂറത്തുന്നൂറിലെ 40-ാമത്തെ ആയത്ത് 40 ഗ്രാമ്പൂവിൽ 7 പ്രാവശ്യം ഓതി മന്ത്രിക്കണം. 40 ഗ്രാമ്പൂവിൽ 7 പ്രാവശ്യം ഓതി മന്ത്രിക്കണം. ആർത്തവം കഴിഞ്ഞ് ശുദ്ധിയായതിനു ശേഷം അതിൽ ഓരോ ഗ്രാമ്പു വീതം ഭർത്താവ് കഴിച്ച് ബന്ധപ്പെടുക. രാത്രിയിലാണ് ഗ്രാമ്പു കഴിക്കേണ്ടത്, പിന്നീട് വെള്ളം കുടിക്കരുത്. ഉണ്ടോ? അപ്പൊ വളരെ കൃത്യമായിട്ടാണ്. അപ്പൊ ഇത് ആലോചിച്ച് നോക്കൂ, ആരാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്? ഇന്ന സൂറത്ത് ഇത്ര തവണ ഇന്ന നേരത്ത് ഇന്ന ശർത്തോടെ ഇതൊക്കെ ആര് പറഞ്ഞു കൊടുത്തു? ഇങ്ങനെ ഈ സമൂഹത്തിലേക്ക് പലതും പല ആളുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ രംഗത്ത് ഒരുപാട് ചൂഷണങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഏറെ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി ഇത് മാറിയിട്ടുണ്ട്. സന്താനങ്ങളില്ലാതെ കുറേ ചികിത്സിച്ച് നടന്നു നോക്കും, പലയിടത്തും പോകും. അവസാനം ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ, പണ്ട് മാതൃഭൂമിയിൽ ഒരു ബോക്സ് ന്യൂസ് വന്നിരുന്നു. എന്താണ്? ഗുരുവായൂരിൽ മുസ്ലിം കുട്ടിക്ക് തുലാഭാരം. ഗുരുവായൂരിൽ മുസ്ലിം കുട്ടിക്ക് തുലാഭാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി പത്രത്തിൽ ഒരു ബോക്സ് ന്യൂസിൽ ഒരു ന്യൂസ് വന്നിരുന്നു. എന്താണത്? ചേന്നരക്കാരനായ, മലപ്പുറം ജില്ലയിലെ ചേന്നരക്കാരനായ ഒരു അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് പത്രത്തിൽ വന്നത്. ഒരു കുഞ്ഞുണ്ടായി കാണാൻ വേണ്ടി അദ്ദേഹം പലയിടത്തേക്കും നേർച്ച നേർന്നു. കുഞ്ഞുണ്ടായില്ല. അവസാനം അയൽവാസിയായ ഒരു അമുസ്ലിമോ ആരോ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു പോലും, നിങ്ങൾ പല രൂപത്തിലുള്ള നേർച്ചകളും വഴിപാടുകളും ഒക്കെ ചെയ്തില്ലേ, ഇതുകൂടി ഒന്ന് ചെയ്തു നോക്കൂ. അങ്ങനെ ഗുരുവായൂരിൽ തുലാഭാരം നടത്താൻ വേണ്ടി അദ്ദേഹം നേർച്ച ചെയ്തു. ഒരു കുട്ടി ഉണ്ടായാൽ അത്ഭുതം, കുട്ടിയുണ്ടായി. അങ്ങനെ ആ കുട്ടിയുടെ തൂക്കത്തിനനുസരിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ പോയി പൂവൻകുഴം കൊണ്ട് അദ്ദേഹം തുലാഭാരം നടത്തിയ റിപ്പോർട്ടാണ് അന്നത്തെ മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ സഹോദരന്മാരെ, ഓരോ മതവിഭാഗത്തിന്റെ ആളുകൾക്കും അവരവരുടെ വിശ്വാസങ്ങൾ ഉണ്ടാകും. ഹിന്ദുക്കൾക്ക് അവരുടെ വിശ്വാസം, ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസം. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു വിശ്വാസമില്ലേ? അവനൊരു യഥാർത്ഥത്തിൽ അവൻ എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കരുത് എന്ന കൃത്യമായ നിയമസംഹിതകൾ അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചിരുചര്യയിലൂടെ ഈ ലോകത്തിന്റെ മുമ്പിൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിന് വിഘാതമായ നിലക്കുള്ള ഒരു പ്രവൃത്തിയും ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതവന്റെ പരലോകത്തെ നശിപ്പിക്കും. അവന്റെ പരലോകത്ത് അവന് പരാജയത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം അവന്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എങ്കിലേ മുസ്ലിമായി അവന് ജീവിച്ച് ആ രൂപത്തിൽ മരണപ്പെട്ടു പോയാലേ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അവന് സൗഭാഗ്യപൂർണമായ ജീവിതം ലഭിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ശിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ അടുക്കൽ കാലാകാലം അഥവാ ശാശ്വതമായ നരകശിക്ഷയായിരിക്കുമെന്ന് വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ സന്താനമില്ലായ്മ എന്ന ദുഃഖം ഇന്ന് സമൂഹത്തിൽ ഏറെ ചൂഷണങ്ങൾക്ക് എല്ലാ നിലക്കും വിധേയമാകുന്ന ഒരു മേഖലയാണ്. ഒരു ഈ ഭാഗം ആളുകളെ ഇല്ലാത്ത ചില മന്ത്രങ്ങളിലേക്കും തന്ത്രങ്ങളിലേക്കും അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലേക്കും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നതിലേക്കും അവർക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് അങ്ങനെ വഴിപാടുകളും ആ രൂപത്തിലുള്ള കാര്യങ്ങളുമൊക്കെ നടത്തുന്നതിലേക്കുമൊക്കെ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, അത്രത്തോളം അവന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ദുഃഖമാണ് ഈ സന്താനമില്ലായ്മ എന്ന് പറയുന്ന ദുഃഖം. അതുകൊണ്ട് അവിടെ ഒരു മുഅ്മിൻ പതറാൻ പാടില്ല. അവിടെ അവനെ പഠിപ്പിക്കണം, എനിക്ക് മക്കളെ തരേണ്ടത് അള്ളയാണ്, മക്കളെ തരുന്നതും തരാതിരിക്കുന്നതും എൻ്റെ നാഥനാണ്, അവനാണത് തീരുമാനിക്കേണ്ടത്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവൻ തരും, ഇനി തന്നില്ലെങ്കിൽ എനിക്കതാകും ഖൈറ് എന്ന് സ്വന്തത്തെ പഠിപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയോ ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് മനുഷ്യൻ തിരിയാനേ പാടില്ല. അവന്റെ ഈമാൻ തികച്ചും പരീക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ടല്ലേ മഹാന്മാരായ ഈ 2 പ്രവാചകന്മാരും എന്താ ചെയ്തത്? അവർ നിരന്തരം അള്ളാഹുവിനോടാണ് തേടിയത്. ഒരിക്കലും അവർ ദർഗകൾ തേടി പോയിട്ടില്ല. ഒരിക്കലും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ മഖ്ബറകൾ തേടി പോയിട്ടില്ല. മറിച്ച് അവർ അള്ളാഹുവിനോടാണ് സങ്കടം പറഞ്ഞത്. നിരാശയില്ലാതെ റബ്ബിനോട് നിരന്തരം അവർ തേടി സഹനത്തോടെ.
അള്ളാഹു അവർക്ക് സന്താനത്തെ കൊടുത്തു. റബ്ബാണ് തീരുമാനിക്കുന്നത്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കും. അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. യഖ്ലുഖു മാ യശാ, അവനാണ് അവൻ ഉദ്ദേശിക്കുന്നതിനെ സൃഷ്ടിക്കുന്നത്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു, ചിലർക്ക് തീരെ കൊടുക്കാതിരിക്കുന്നു. ആർക്കൊക്കെ കൊടുക്കണം, എത്ര കൊടുക്കണം, എത്രയൊക്കെ എപ്പോൾ കൊടുക്കണം എന്ന് അള്ളാഹ്ക്ക് നന്നായിട്ടറിയാം. അതിനവൻ കഴിവുള്ളവനുമാണ് എന്ന് മനസ്സിൽ പഠിപ്പിച്ചുകൊണ്ട് ഈമാനികമായി അള്ളാഹുവിൻ്റെ അടുക്കൽ ഇനി സന്താനങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് മുഖേന റബ്ബിൻ്റെ തൃപ്തിയും റബ്ബിൻ്റെ അടുക്കലുള്ള വിജയവും പ്രതീക്ഷിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അതല്ലാത്ത തെറ്റായ മാർഗങ്ങളെ അന്വേഷിച്ചുകൊണ്ട് പോകാനേ പാടില്ല. ഇതിപ്പോ ഒരു രംഗത്തുള്ള ചൂഷണമാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള വഴിയിൽ നിന്ന് തെറ്റിക്കുവാൻ ഈ രൂപത്തിലുള്ള മന്ത്രതന്ത്രങ്ങളും അതുപോലെയുള്ള വഴികളിലേക്കുമാണ് ഒരു ഭാഗം നീങ്ങുന്നതെങ്കിൽ, വേറൊരു ഭാഗം ഇന്ന് ഈ രംഗത്തെ ഏറ്റവും വലിയ കച്ചവട രംഗമാക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം എന്താണ്? ചോദിക്കുന്ന പണം ആളുകൾ ഇതിനു വേണ്ടി മുടക്കും. അതിന്ന് വല്ലാത്തൊരു വ്യവസായമായി മാറുകയാണ്. വന്ധ്യതാ നിവാരണ ക്ലിനിക്കുകൾ എന്ന പേരിൽ, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ചികിത്സകളുടെയും മറവിൽ ഇന്ന് സമൂഹത്തിൽ എന്താണ് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്ന പല സത്യങ്ങളും ഇവിടെ അകത്തുള്ള സ്വകാര്യം പറച്ചിലുകളിലും അടക്കം പറച്ചിലുകളിലും നിൽക്കുകയാണ്. പലരും അറിയാതെ പോകുന്നു. ബീജ ബാങ്കുകൾ വരെ ഇന്ന് ലോകത്തുണ്ട്. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നു. രക്തം ആവശ്യമുള്ളവർക്ക് രക്തം കിട്ടുന്നത് പോലെ ബീജ ബാങ്കുകൾ, അഥവാ എൻ്റെ ബീജത്തിന് ചലനശേഷിയില്ലെങ്കിൽ ചലനശേഷിയുള്ള ബീജങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ആളുകള്. ആ ബാങ്കിൽ നിന്ന് ഞാൻ ബീജം വാങ്ങുകയാണ്, എന്നിട്ട് എൻ്റെ ഭാര്യയുടെ അണ്ഡവുമായി ചേർക്കുകയാണ്. തനിച്ച വ്യഭിചാരം, ഒരിക്കലും പാടില്ലാത്തത്. അങ്ങനെ ബീജ ബാങ്കുകളിൽ നിന്ന് ബീജം കാശ് കൊടുത്തു വാങ്ങുന്നു. എത്രത്തോളം ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു ഏർപ്പാടുണ്ടായിരുന്നു എന്ന് ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജാഹിലിയത്തിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതെന്താണ്? കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് തന്നെ ഭാര്യയോട് പറയും, നീ ഇന്നവന്റെ കൂടെ പോയി കിടപ്പറ പങ്കിടണം എന്ന്. നല്ല ബുദ്ധിശക്തിയുള്ള, നല്ല ഓർമ്മശക്തിയുള്ള, അതുപോലെ തന്നെ നല്ല പേര് കേട്ട തറവാടിൽ പറന്ന, രാജ്യത്ത് അറിയപ്പെടുന്ന ചില പ്രമുഖരായ ആളുകളുടെ അടുത്തേക്ക് സ്വന്തം ഭാര്യയെ ജാഹിലിയ കാലഘട്ടത്തിലെ ചില അറബികൾ പറഞ്ഞേക്കാറുണ്ടായിരുന്നു. എന്തിന്? നീ അയാളുമായിട്ട് പോയി കിടപ്പറ പങ്കിടണം. അയാളിൽ നിന്ന് നീ ഗർഭം ധരിച്ചാൽ നമുക്കുണ്ടാകുന്ന കുട്ടി വളരെ പേരുകേട്ടവനായി മാറും, വലിയ ബുദ്ധിയുള്ളവനാകും, വലിയ പ്രശസ്തനാകും എന്നൊക്കെ പറഞ്ഞ് ഈ പുതിയാപ്പിള, ഈ ഭർത്താവ് സ്വന്തം ഭാര്യയെ അന്യയാളുകളുടെ കിടപ്പറയിലേക്ക് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് വിട്ടിരുന്ന ഒരു സംസ്കാരം ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടാണ് അത് നിർത്തലാക്കിയത്. അത് നിർത്തലാക്കി എല്ലാ ജാഹിലിയ വിവാഹങ്ങളെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് നിർത്തലാക്കി. അപ്പൊ നിങ്ങൾ നോക്കൂ, ആ രൂപത്തിൽ ഇന്നും ചിന്തിക്കുന്ന ആളുകളുണ്ട്. ബീജ ബാങ്കുകളിൽ വലിയ വലിയ പ്രമുഖന്മാരുടേതെന്ന് പറയുന്നവർ ബീജം അവിടെ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട് ബാങ്കുകളിൽ. ആ ബാങ്കുകളിൽ പോയിട്ട് ബീജം വാങ്ങുകയാണ്. പ്രമുഖന്മാരുടെ ബീജം കൊണ്ട് എൻ്റെ ഭാര്യ ഗർഭം ധരിക്കണം എന്ന്. എത്രത്തോളം ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ബുദ്ധിജീവികളുടെ ബീജം വാങ്ങിയിട്ട് തന്റെ ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് നിക്ഷേപിക്കാൻ അനുവാദം കൊടുക്കുന്നവർ, ആണുങ്ങൾക്ക് അങ്ങനെ ആ രൂപത്തിൽ അങ്ങനെയുള്ള ആണുങ്ങളുടെ ബീജം വാങ്ങുക. പിന്നെയോ അതീവ സുന്ദരികളായ സ്ത്രീകളുടെ അണ്ഡവും വാങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യാണ്? ബുദ്ധിയുള്ളവരുടെ ബീജവും സുന്ദരികളായ സ്ത്രീകളുടെ അണ്ഡവും തമ്മിൽ ചേർത്താൽ ഉണ്ടാകുന്ന കുട്ടി നല്ല ബുദ്ധി ഉണ്ടാവും, നല്ല സൗന്ദര്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ബീജ ബാങ്കുകളിൽ പോയി ഇതൊക്കെ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ മാത്രമാണെന്ന് നമ്മൾ ആരും ധരിക്കരുത്. നമ്മുടെ കേരളക്കരയിൽ വരെ ബീജ ബാങ്കുകളുണ്ട്. ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാടകയ്ക്ക് ഗർഭപാത്രം കൊടുക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഇന്ത്യ രാജ്യത്തും നമ്മുടെ കേരളത്തിൽ വരെ വാടകയ്ക്ക് പ്രസവിക്കുന്ന മാതാക്കളുണ്ട്. വാടകയ്ക്ക് ഗർഭപാത്രം. ആലോചിച്ചു നോക്കണം. എത്രത്തോളം വന്ധ്യതാ നിവാരണ ക്ലിനിക്കുകളിൽ പലപ്പോഴും പുറത്തു വെച്ച് ഈ ബീജത്തെയും അണ്ഡത്തെയും യോജിപ്പിക്കുന്നു എന്ന് പറയുന്നിടത്ത് പലപ്പോഴും ആരാന്റെ ബീജമാണ് യോജിപ്പിക്കാൻ എടുക്കുന്നത്? ലക്ഷങ്ങൾ ചെലവഴിച്ച് ലക്ഷങ്ങൾ കിട്ടാവുന്ന ചികിത്സയുടെ രംഗത്തുനിന്ന് നടക്കുന്ന വൃത്തികേടുകളും തോന്നിവാസങ്ങളും വിവരണാതീതമാണെന്നാണ് കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കൂ. കാരണം ആളുകൾ എന്തിനും തയ്യാറാണ്. ഒരു കുട്ടി ഉണ്ടായാൽ മതി. അവസാനം പലർക്കും ഇന്നെന്താണ്? വാടകക്ക് ആളുകളെ കിട്ടുന്ന, വാടകക്ക് മാതാക്കളെ കിട്ടുന്ന ഒരു കാലമാണ്.
നമ്മൾ മനസ്സിലാക്കണം, എന്താണ് ഈ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ അതിനെപ്പറ്റി ഒന്ന് പഠിക്കണം. അതായത് കുഞ്ഞിനെ ആവശ്യമുള്ള ദമ്പതികളിൽ നിന്ന് ബീജവും അണ്ടവും ശേഖരിക്കുകയാണ്. ഒരു കൂട്ടർക്ക്, ഒരു ദമ്പതികൾക്ക് കുട്ടികളില്ല, അപ്പോൾ അവർക്ക് കുട്ടിനെ വേണം താനും. അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ബീജവും ആ ഭാര്യയുടെ, അവരുടെ തന്നെ ഭാര്യയുടെ അണ്ടവും, അതല്ല പ്രശ്നം. ഇതിലൊരു മൂന്നാം കക്ഷി വരുന്നുണ്ട്, ഒരു മൂന്നാമത്തെ കക്ഷി ഇതിൽ വരികയാണ്. അവിടെയാണ് പ്രശ്നം. ഭാര്യയുടെ അണ്ടം തന്നെയാണ് എടുക്കുന്നത്, ഭർത്താവിൻ്റെ ബീജം തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ടോ വാടക മാതാവിനെ കണ്ടുപിടിച്ച് കരാറുറപ്പിക്കാണ്. പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഈ ഭ്രൂണത്തെ വളർത്തുന്നത് എവിടെയാണ്? വേറൊരു പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ. വേറൊരു പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ ഈ ഭ്രൂണത്തെ വളർത്തുകയാണ്. ശേഷം പരീക്ഷണശാലയിൽ വെച്ച് അണ്ടം ബീജ സങ്കലനം നടത്തും. അവ കൂടിച്ചേർന്ന് ഭ്രൂണമായാൽ എന്തു ചെയ്യും? ഉടൻ വാടക മാതാവിന്റെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കും. വാടക ഗർഭാശയത്തിൽ കുഞ്ഞ് വളരെയാണ്. വളർച്ച പൂർത്തിയായാൽ കുഞ്ഞിനെ ഒന്നുകിൽ പ്രസവിക്കും, അല്ലെങ്കിൽ സിസേറിയനിലൂടെ പുറത്തെടുക്കും. പിന്നെ ഈ പേരിലുള്ള മാതാപിതാക്കൾക്ക് കൈമാറും. ഇതാണ് കരാറ്. പ്രസവം കഴിഞ്ഞ് 1 മാസം കൊണ്ട് കൈമാറണം എന്നാണ്. ഈ പെണ്ണ് പിന്നെ എന്തിനുള്ളതാ? അവൾ പ്രസവിക്കാൻ മാത്രം റെഡിയാണ്. അവൾ ചെല്ലുക, അവിടെ റെഡി ആയിട്ടുണ്ടാവും. ഒരാളുടെ ബീജം ഒരാളുടെ അണ്ടം എടുത്ത് ചേർത്തിട്ടുണ്ടാവും. ഇവളുടെ പിന്നെ ഗർഭം മാത്രം വാടകയ്ക്ക് കൊടുക്കുകയാണ്. അവളുടെ ഗർഭാശയത്തിലാണ് ഒരു അന്യ ആണിൻ്റെയും പെണ്ണിൻ്റെയും ബീജം സങ്കലനം നടത്തിയിട്ട് മറ്റൊരു പെണ്ണിൻ്റെ, ഒരു മൂന്നാമത്തൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അത് വളരാൻ വിടുകയാണ്. 10 മാസം അവൾ അതിനെ കൊണ്ട് നടക്കും. ഒന്നുകിൽ അവൾ പ്രസവിക്കും, അതല്ലെങ്കിൽ സിസേറിയനിലൂടെ കുട്ടിയെ പുറത്തെടുക്കും. 1 മാസം കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊരു ബന്ധമല്ല. 10 ലക്ഷം എത്രയാണെങ്കിൽ അവൾ അതിൻ്റെ കാശും വാങ്ങി പോവുക, പ്രസവിച്ചു കൊടുക്കുക. അതിനൊന്നൊരു സമ്പാദ്യ മാർഗമായിട്ട് നടക്കുന്നു എന്നതാണ്. ആലോചിച്ച് നോക്കണം. ഇന്ന് സ്ത്രീകൾ ഗർഭം ധരിക്കാൻ, അതിന് ഗർഭം ധരിക്കാതിരിക്കാൻ കാരണമാകുന്ന പല രോഗങ്ങളുള്ളവർ, അതുപോലെ തന്നെ ട്യൂബൽ ബ്ലോക്കുകളുള്ളവർ, ഗർഭപാത്രത്തിൽ ജന്മനാലോ അപകടത്തിനാലോ ഒക്കെ ഉണ്ടാകുന്ന തകരാറുകളുള്ളവർ, പ്രസവം ജീവന് തന്നെ ഭീഷണിയാകുമെന്ന് പറയപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ, 4-5 മാസത്തിൽ കൂടുതൽ ഗർഭം നിലനിൽക്കാത്തവരായ ആളുകൾ, 5 മാസമാകുമ്പോഴേക്ക് അബോർട്ടായി പോവുകയാണ്. അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളും കയ്യിൽ കാശുള്ളവരും പ്രധാനമായും വാടക ഗർഭപാത്രത്തിൻ്റെ ആവശ്യക്കാരായിട്ട് ഇന്ന് രംഗത്ത് വരുന്നുണ്ട്. മാത്രമല്ല, വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്, ഉദ്യോഗസ്ഥ ദമ്പതികൾ. അവർക്ക് പ്രസവിക്കാനൊന്നും താല്പര്യമില്ല, പ്രസവിക്കാനായിട്ട് സമയമില്ല, പ്രസവിക്കാനോ വേദന സഹിക്കാനോ അതിനൊന്നും താല്പര്യമില്ല. എന്നാൽ കുട്ടികളെ വേണം താനും. അതിനെന്താ? കാശുണ്ട്, 10 ലക്ഷം ചെലവാക്കിയ ഒരു ക്ലിനിക്ക് പോയാൽ ആളുണ്ട് വാടകയ്ക്ക് പ്രസവിച്ചു കൊടുക്കാൻ. ഇവരുടെ ബീജോ അണ്ടോ കൊടുത്താൽ മതി, പെണ്ണ് വാടകയ്ക്ക് പ്രസവിച്ചു തരും. 10 മാസം കഴിഞ്ഞാൽ കുട്ടിനെ തരും. അങ്ങനെ കാശുള്ളവന്മാർക്ക് ഒരൊറ്റ കൊല്ലം കൊണ്ട് 10 മക്കളെ വേണമെങ്കിൽ ഉണ്ടാക്കാം. കാരണം എന്താ? 10 വാടകയ്ക്ക് എടുത്താൽ മതി, 10 ഗർഭപാത്രം, 10 പെണ്ണുങ്ങൾക്ക് കൊടുക്കുക. പിന്നെ ബീജമ്പടം ഉണ്ടല്ലോ, അണ്ടമുണ്ട്. ഇതങ്ങനെ നിക്ഷേപിക്കുന്നു വ്യത്യസ്ത 10 സ്ത്രീകളിൽ. കൊല്ലം തികയുമ്പോൾ 10 മക്കളെ ഒന്നിച്ച് കിട്ടല്ലേ? അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഒരു ബിസിനസ് രംഗമായിട്ട് മാറുകയാണ്. ആലോചിച്ച് നോക്കണം. ബ്ലഡ് വിൽക്കുന്ന കാലഘട്ടമായി, ദാനമല്ല. അതുപോലെ തന്നെ വൃക്ക, കിഡ്നി വമ്പിച്ച വ്യവസായമായി മാറി. അതേപോലെ തന്നെ ഗർഭപാത്രം, അതേപോലെ അത് വിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. കാശിന് ബുദ്ധിമുട്ടുള്ള ദമ്പതികൾ വിചാരിക്കാണ്, എനിക്കിപ്പോൾ അത്യാവശ്യം കുട്ടികളുണ്ട്, ഇനിയും പ്രസവിക്കാൻ എനിക്ക് ശേഷിയുണ്ട്, എന്നാ പിന്നെ വേറൊരാൾക്ക് പ്രസവിച്ചു കൊടുക്കുക. അങ്ങനെ ഒരാളുടെ ബീജോ അണ്ടൊക്കെ കൂടി വഹിച്ച് എൻ്റെ ഗർഭപാത്രത്തിലിട്ട് ഞാൻ വളർത്തിയിട്ട് പ്രസവിച്ചു കൊടുക്കുക. ഞാൻ ആസ്പത്രിയിൽ നിന്ന് ഫീസും കൈപ്പറ്റി തിരിച്ചു പോരാ. പിന്നെ എനിക്കൊരു ബന്ധമല്ല. പലപ്പോഴും ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? കരാർ എഴുതി ഒപ്പിട്ടിട്ട് ഈ പെണ്ണിങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് പ്രസവിക്കാൻ വേണ്ടി ആകുമ്പോഴേക്കാവും കരാർ ഒപ്പിട്ട ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയിട്ടുണ്ടാവും. കരാർ ഒപ്പിട്ട ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി. പെണ്ണ് പ്രസവിച്ചു നോക്കുമ്പോൾ ഏറ്റെടുക്കാൻ ആളില്ല. കാരണം എന്താ? ഇത് ഏൽപ്പിച്ചു പോയ ഭാര്യയും ഭർത്താവും ഇപ്പം തമ്മിൽ പിരിഞ്ഞാണ്, കുട്ടി അനാഥമായി. അതുപോലെ തന്നെ ഈ പെണ്ണ് പ്രസവിച്ചു നോക്കുമ്പോൾ വികലാംഗയാണ് കുട്ടി. ദമ്പതികൾ ഏറ്റെടുക്കൂല. പ്രസവിച്ച ഇവൾക്ക് വേണോ? വേണ്ട. പിന്നെ അവസാനം എന്താ ഗതി? അമ്മത്തൊട്ടില്. നമ്മുടെ നാട്ടിലുണ്ട് ഒരു അമ്മത്തൊട്ടില് എന്ന് പറയുന്ന സംസ്കാരം. അതെന്താ? കണ്ടവരൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കുട്ടികളെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്ഥാപിച്ച ഒരു പരിപാടിയാണ് അമ്മത്തൊട്ടിലുകൾ. അമ്മത്തൊട്ടിലിൽ ആരും അറിയാതെ കുട്ടിനെ കൊണ്ടുപോയി ഇട്ട് പോവുകയാണ് പെണ്ണുങ്ങൾ. അതെന്താ? പിന്നെ അതിനാരെങ്കിലും വളർത്തിക്കോളും. ഈ രൂപത്തിലുള്ള ജാരസന്തതികളെ സമൂഹത്തിൽ വളരാൻ വിടുന്ന അതുപോലെയുള്ള വൃത്തികെട്ട ഒരു സംസ്കാരമാണ് ഈ വാടക ഗർഭപാത്രം എന്ന് പറയുന്ന സമ്പ്രദായത്തിലൂടെ നടക്കുന്നത്. 10, 15, 20 ലക്ഷമൊക്കെയാണത്ര ഇതിൻ്റെ ചെലവ് വാടകയ്ക്ക് ഗർഭപാത്രം വാങ്ങുന്നതിന്. കാരണം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മരുന്നുകളും ചെലവുകളുമൊക്കെ ആയിട്ട് ധാരാളക്കണക്കിന് വല്ലാത്തൊരു ചൂഷണം ആ രംഗത്ത് നടക്കുകയാണ്. ചൂഷണമാവട്ടെ അല്ലാതെയാവട്ടെ, ഇസ്ലാമിന് ഇതിന് കൃത്യമായ നിലപാടുണ്ട്.
വാടകയ്ക്ക് ഗർഭപാത്രം കൊടുക്കാമോ? തീർത്തും നിഷിദ്ധാണ്. നിഷിദ്ധമായ ഹറാമായ സമ്പ്രദായമാണ്, വ്യഭിചാരമാണത്. കാരണം മക്കയിൽ ചേർന്ന ഫിഖ്ഹ് കൗൺസിലിന്റെ 7ാമത് വാർഷിക സെഷനിൽ കൃത്രിമ ബീജസങ്കലനവും വാടക മാതൃത്വവും വളരെ കൃത്യമായി പണ്ഡിത ലോകത്ത് ചർച്ചയ്ക്ക് വന്നപ്പോൾ ആ കൗൺസിൽ എടുത്ത തീരുമാനങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്ന് പുറത്തു വെച്ച് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ബീജങ്ങൾ അതുപോലെ തന്നെ അണ്ടവും ചേർത്ത് യോജിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്ലാം പറയുന്നത് എന്താണ്? സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഭർത്താവിന്റെ ബീജമാണ് കുത്തിവെക്കുന്നതെങ്കിൽ അതിൽ കുഴപ്പമില്ല. ഒരു ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഭർത്താവിന്റെ ബീജാണെന്ന് ഉറപ്പാകണം. അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് എടുത്തിട്ട് കുത്തിവെക്കാം, അതിന് വിരോധമില്ല. വേറൊരാളത് പറ്റൂല. ഭർത്താവിന്റെ ബീജവും ഭാര്യയുടെ അണ്ടവും പുറത്തു വെച്ച് സങ്കലനം ചെയ്യിക്കുകയും പിന്നീട് ഭാര്യയുടെ ഗർഭാശയത്തിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്താലും പ്രശ്നമില്ല. കാരണം എന്താ? പുറത്തു വെച്ചുള്ള ഈ കൃത്രിമ ബീജസങ്കലനത്തിൽ പലതരത്തിലുള്ള നോട്ടപ്പിഴവുകളും വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിലും പ്രശ്നമുണ്ട്. താഴെ പറയുന്ന നിബന്ധനകൾ ഒക്കണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒരു ബീജവും അണ്ടവും പുറത്തു വെച്ച് സംയോജിപ്പിച്ചിട്ട് വീണ്ടും ഗർഭപാത്രത്തിലേക്ക് വെക്കുമ്പോൾ പോലും, സ്വന്തം ഭാര്യയുടെ ഗർഭപാത്രത്തിൽ സ്വന്തം ബീജം തന്നെയാണ് വെക്കുമ്പോൾ പോലും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? ബീജം ഭർത്താവിൻ്റേത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. കാരണം പല പേരിൽ ഇന്ന് ചികിത്സകൾ നടക്കുന്നുണ്ട്. പല പേരിൽ വമ്പിച്ച കാശാണ് കൊയ്യുന്നത്. ആ ഡോക്ടറെ അടുത്ത് പോയാൽ കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ന ചികിത്സ, അതിനൊക്കെ പല പേരുകളുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പ്രവേശിക്കുന്നില്ല. ആലോചിച്ചു നോക്കണം, വമ്പിച്ച ചൂഷണങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന് ഒരു കാര്യം ഉറപ്പ് കിട്ടണം. അതെന്താ? ബീജം ഭർത്താവിൻ്റെ തന്നെ എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. 2, ഇത് നടത്തുന്നത് ഭർത്താവിന്റെ ജീവിതകാലത്ത് തന്നെയാവണം, മരണശേഷം ആവരുത്. ഭർത്താവ് മരിച്ചു കുറെ കാലത്തിന് ശേഷം ആവരുത് ഇങ്ങനെ ബീജസങ്കലനം നടത്തുന്നത്. കാരണം ബീജ അവിടെ ബാങ്കിൽ ഒരുപാട് കാലം ജീവിക്കും. അത് ഭർത്താവൊക്കെ മരിച്ചിട്ട് പിന്നെ ഇവിടെ ഗർഭമുണ്ടാക്കുക, അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും ചെയ്യാൻ പാടുള്ളൂ. 3ാമത്തെ നിബന്ധന നോക്കൂ, വളരെ കൃത്യമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു. ഡോക്ടർ സത്യവിശ്വാസിയും വിശ്വസ്തനുമാവണം. ഡോക്ടർ മുസ്ലിമായിരിക്കണം. ഇതിനെക്കുറിച്ച് ഇതിന്റെ ഗൗരവം അറിയുന്ന മുസ്ലിമായിരിക്കണം. വിശ്വസ്തനുമായിരിക്കണം. ഒരു ഡോക്ടർ ബിരുദം നേടി പുറത്തിറങ്ങുമ്പോൾ മെഡിക്കൽ എത്തിക്സ് ചില വാചകങ്ങൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തിട്ടാണ് സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തേക്ക് വരുന്നത്. ചില മൂല്യങ്ങളെ സംബന്ധിച്ച്, ചില ധാർമ്മികമായ മൂല്യങ്ങൾ ഞാൻ പാലിച്ചോളാമെന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി സർട്ടിഫിക്കറ്റുമായി പുറത്തേക്ക് വരുന്നത്. അതിലൊന്നും അത്ര കാര്യം കൽപ്പിക്കാത്ത, അതിനൊന്നും വില കൽപ്പിക്കാത്ത ധാരാളക്കണക്കിന് ആളുകളുള്ള ലോകത്ത് പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറയാണ്, ഇതിന് നിർദ്ദേശിക്കുന്ന, ഇതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ വിശ്വാസിയായിരിക്കണം, വിശ്വസ്തനായിരിക്കണം എന്ന്. അതുപോലെ തന്നെ 4ാമത്തെ നിബന്ധന പറഞ്ഞു, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സമ്മതത്തോടെയാവണം. ഏതിന്റെ കാര്യ തെറ്റിദ്ധരിക്കരുത്. വാടക ഗർഭപാത്രത്തിന്റെ കാര്യമല്ല കേട്ടോ. ഇത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും തന്നെ അണ്ടങ്ങൾ സംയോജിപ്പിച്ച് ഭാര്യയുടെ തന്നെ ഗർഭാശയത്തിൽ വളർത്തുന്ന രീതിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. മറ്റൊരു നിഷിദ്ധാണ്. അതേതാ? അതൊരിക്കലും പാടില്ല. കാരണം അത് 3ാം കക്ഷി ഇടപെടുകയാണ്. അതിൽ ബീജം ഒന്നുകിൽ വേറൊരാളതാണ്, അല്ലെങ്കിൽ അന്യയുടേതാണ് അണ്ടം. ഇത് യോജിപ്പിക്കുകയാണ് വേറൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ. അത് തികച്ചും ഹറാമായ കാര്യമാണ്. ദാമ്പത്യബന്ധമില്ലാത്ത ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലാണ് അന്യപുരുഷന്റെ ബീജം നിക്ഷേപിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഇസ്ലാം ഇത് ഗൗരവത്തോടെ കാണുകയാണ്. മാത്രമല്ല, മറ്റൊരു സ്ത്രീയുടെ അണ്ടമാണ് സ്വീകരിക്കുന്നതെങ്കിലും ഇതേ പ്രശ്നം ഉത്ഭവിക്കുകയാണ്. കാരണം എന്താണ്? ആരുടേതാ കുട്ടി എന്ന് മനസ്സിലാവാൻ എന്ത് മാർഗമാണ്? ആർക്കാണിത് കൃത്യമായിട്ട് ഉറപ്പ് പറയാൻ കഴിയുന്നത്? അപ്പോ ഇത് വ്യഭിചാരമായിട്ടാണ് ഇസ്ലാം പറയുന്നത്. തനിച്ച വ്യഭിചാരം, അതൊരിക്കലും പാടില്ല. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ വിലക്കിയിട്ടുള്ള കാര്യം. അപ്പോ ഇസ്ലാം ഈ രംഗത്ത് വളരെ കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതൊരിക്കലും മനുഷ്യന് ഇസ്ലാമികമായ നിയന്ത്രണ രേഖയെ, ആ അതിർത്തിയെ മറികടക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. മാത്രമല്ല സുഹൃത്തുക്കളെ, വാടകയ്ക്ക് ഗർഭപാത്രം കൊടുക്കുന്ന വാടക മാതാവ് വിവാഹിതയാണെന്ന് വിചാരിച്ചോളൂ. വാടക മാതൃത്വത്തിന്റെ വാടകയ്ക്ക് അവൾ ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ അവൾ ഭർത്താവുമായിട്ട് ശാരീരിക വീഴ്ചയിൽ ഏർപ്പെടൂലേ? കുഞ്ഞ് ഈ ഭർത്താവിൻ്റെതായി തീരാനുള്ള ഒരു സാധ്യതയും അപ്പം നിലനിൽക്കുകയാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, എല്ലാ അർത്ഥത്തിലും
ഈ ഒരവസ്ഥയിൽ കുഞ്ഞ് ആരുടേതാണെന്നാ പറയാ? ആരുടെ കുഞ്ഞാണെന്നാ പറയാ? പറക്കുന്ന കുഞ്ഞിനെ അംഗവൈകല്യം ഉണ്ടായാൽ ആർക്കും വേണ്ട. ആ രൂപത്തിലൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ രംഗത്തുനിന്ന് കാണുന്നത്. ഇവിടെയൊക്കെ അല്ലാഹു തആല വിശ്വാസികളോട് പറയുന്നത് അത്തരം അവിഹിത മാർഗങ്ങളിലേക്കൊന്നും പോകരുത്. കുട്ടികൾ വേണം വിചാരിച്ചിട്ട് എന്തു മാർഗവും സ്വീകരിക്കാൻ പാടില്ല. അനുവദിച്ച മാർഗമേ ചികിത്സാ രംഗത്താണെങ്കിലും മറ്റുള്ള രംഗത്താണെങ്കിലും ചെയ്യാവൂ. അതിന് വിട്ട ഒരു പ്രവർത്തനങ്ങളും ഉണ്ടായിക്കൂടാ. ക്ഷമയോടെ ജീവിക്കണം, സന്തോഷം വിടാതെ ജീവിക്കണം, സമാധാനം കൊടുക്കണം മനസ്സിന്. കാരണം അള്ളാഹു എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ അവന്റെ തൗഫീഖായിരിക്കും ഇത്. കാരണം അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. നിശ്ചയമായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണം തന്നെയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ എത്രേ വമ്പിച്ച പ്രതിഫലമുള്ളത്. ഒരു ഫിത്നയാണെന്നാ പറയുന്നത്. സമ്പത്തും സന്താനങ്ങളൊക്കെ ഒരു ഫിത്നയാണ്. അപ്പൊ സന്താനങ്ങളിൽ ഉള്ളവരും ഇല്ലാത്തവരൊക്കെ മനസ്സിലാക്കണം. ഉള്ളവർ മനസ്സിലാക്കണം ഇതിലൂടെ അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്. ഇല്ലാത്തവരും മനസ്സിലാക്കണം എന്നെ പരീക്ഷിക്കുകയാണ്. സമ്പത്ത് കൊടുത്തു പരീക്ഷിക്കും, കൊടുക്കാതെ പരീക്ഷിക്കും. മക്കളെ കൊടുത്തു പരീക്ഷിക്കും, കൊടുക്കാതെ പരീക്ഷിക്കും. മക്കളോ സമ്പത്തൊക്കെ ഇല്ലാത്തവർ വിചാരിക്കണം എന്ത്, ഇതൊക്കെ എനിക്ക് അല്ലാഹു തആല അതുമുഖേനയുള്ള ഫിത്നയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയതാവാം. കാരണം പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയാണ്, എങ്ങനെയാണ് മക്കൾ ഫിത്നയായി മാറൽ? മക്കൾ എങ്ങനെയാണ് ഒരു പിതാവിന് ഫിത്നയായി മാറൽ? ചില മക്കൾ രക്ഷിതാക്കളെ നിർബന്ധിക്കാറുണ്ട്. എന്തിനു വേണ്ടി? ധാരാളം പണം കിട്ടാൻ വേണ്ടി വാശി പിടിച്ച്. അങ്ങനെ മക്കളോടുള്ള സ്നേഹം കാരണത്താൽ ഈ രക്ഷിതാക്കൾ ഹറാമിലൂടെ ധനം സമ്പാദിക്കും. കണ്ടോ, ഫിത്നയായോ? മക്കൾ കാരണം ഫിത്നയിലായോ? മക്കൾക്ക് വേണ്ടി ഹറാമിലൂടെ സമ്പാദിക്കേണ്ടി വരുന്ന രക്ഷിതാക്കൾ, അവർക്ക് ആ മക്കൾ അനുഗ്രഹമല്ല, മറിച്ച് എന്താണ്? ഫിത്നയാണ്. അതുപോലെ തന്നെ ചില മക്കൾ രക്ഷിതാക്കളെ ഭീരുക്കളാക്കും. ഇസ്ലാമിക പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാനൊരുങ്ങുന്ന വാപ്പയോട് മക്കൾ പറയും, നിങ്ങൾ ഇറങ്ങാൻ പാടില്ല. ഈ മകൻ ഉണ്ടായതുകൊണ്ട്, ഈ മക്കൾ ഉണ്ടായതുകൊണ്ട് വാപ്പ മക്കളെ സ്നേഹിച്ചിട്ട് ആ രംഗത്ത് നിന്ന് ഉൾവലിയും. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മക്കളുടെ അനുഗ്രഹമാണോ, അതോ പരീക്ഷണമാണോ, അതോ ഫിത്നയാണോ? അതുപോലെ തന്നെ ചില മക്കൾ രോഗികളാകും, കഠിനമായ രോഗം ബാധിച്ച്. ഈ മക്കളോടുള്ള സ്നേഹം കാരണത്താൽ സഹനമില്ലാതെ, ക്ഷമയില്ലാതെ, അള്ളാഹുവിന്റെ ഖളായിലും ഖദറിലും തൃപ്തിപ്പെടാനാവാതെ ചില രക്ഷിതാക്കൾ ആത്മഹത്യ വരെ ചെയ്യും മക്കളോടുള്ള സ്നേഹം കാരണത്താൽ. ആ മക്കൾ ഉണ്ടായത് അയാൾക്ക് നിഅമത്താണോ അതോ ഫിത്നയാണോ? ഇങ്ങനെ ഓരോന്നും ആലോചിച്ചു നോക്കിയാൽ മാത്രമല്ല, പല രക്ഷിതാക്കൾക്കും മാതാപിതാക്കൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റിൽ നിന്ന് തടസ്സമാണ്. അള്ളാഹനെ ഓർക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന മക്കളുണ്ട്. മക്കളെ ആലോചിച്ചിട്ട് അള്ളാന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നു പല രക്ഷിതാക്കളും. അതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ചിട്ട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ. സൂറത്തുൽ മുനാഫിഖൂൻ 9-ാമത്തെ ആയത്ത്. വിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തെറ്റിക്കരുത്. ആരെങ്കിലും അപ്രകാരം ചെയ്താൽ അവൻ നഷ്ടകാരിയാണെന്ന് അള്ളാഹു തആല പറയുന്നു. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നമ്മെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു മക്കൾ ഒരാൾക്ക് ഉണ്ടെങ്കിൽ, ആ മക്കൾ ഉണ്ടായത് കൊണ്ട് അയാൾ വിജയിച്ചോ നഷ്ടപ്പെട്ടോ? അള്ളാഹ് പറയുന്നത് അയാൾ നഷ്ടപ്പെട്ടു എന്നാണ്. മാത്രല്ല, പലപ്പോഴും പല മക്കളും ഉണ്ടായാൽ രക്ഷിതാക്കൾക്ക് അവർ ശത്രുക്കളുമായേക്കാം. പരിശുദ്ധ ഖുർആൻ അതും പരിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. സൂറത്തു തഗാബുൻ 14-ാമത്തെ ആയത്ത്. വിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിലുണ്ട്, വഔലാദികും, നിങ്ങളുടെ മക്കളിലുമുണ്ട്, അദുവ്വൻ ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലൊക്കെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, ജാഗ്രതയോടെ ഇരുന്നോളൂ, നിങ്ങൾ അവരെ സൂക്ഷിക്കണം, നിങ്ങൾ അവരെ പേടിച്ചോളിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയാൻ. അപ്പൊ ഈ വക കാരണങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാനാണ് എനിക്ക് അല്ലാഹു മക്കളെ തരാതെങ്കിൽ അതെനിക്ക് ഖൈറല്ലേ? അങ്ങനെ മനസ്സിനെ പഠിപ്പിച്ച്, എനിക്ക് ഖൈറാണെങ്കിൽ എൻ്റെ റബ്ബ് എനിക്ക് തരും, എൻ്റെ റബ്ബ് എന്നെ തന്നും പരീക്ഷിക്കുകയാണ്, തരാതെയും പരീക്ഷിക്കുകയാണ്. ചില ആളുകൾക്ക് ധാരാളം മുതലുണ്ടാകും, ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല. അയാൾ എന്താ മനസ്സിലാക്കേണ്ടത്? മുതൽ തന്നു പരീക്ഷിച്ചു, മക്കളെ തരാതെ പരീക്ഷിച്ചു.
വേറെ ചില ആളുകൾക്ക് കുറേ സന്താനങ്ങൾ ഉണ്ടാകും, അവരെ പോറ്റാൻ ഒരു സമ്പത്തും ഉണ്ടാവില്ല. അയാൾ എന്താ മനസ്സിലാക്കേണ്ടത്? എനിക്ക് മക്കളെ തന്നു പരീക്ഷിക്കുന്നു, ധനം തരാതെ പരീക്ഷിക്കുന്നു. രണ്ടും പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയം വരിക്കുകയാണ് വേണ്ടത്. ഒന്നിൻ്റെയും പേരിൽ റബ്ബല്ലാത്തവരിലേക്ക് തിരിയാനോ, റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ, റബ്ബല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുവാനോ, അതല്ലെങ്കിൽ അള്ളാഹു അവിഹിതമായ ബന്ധങ്ങളാണ്, നിഷിദ്ധമാണെന്ന് പറഞ്ഞ മാർഗങ്ങളിലൂടെ കാശ് കൊടുത്തിട്ട് മക്കളെ ഉണ്ടാക്കാനോ മക്കളെ വാങ്ങുവാനോ ഒരിക്കലും ഒരാളും തയ്യാറാകാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനം അതെന്ത് തന്നെയാണെങ്കിലും അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അതിൽ ബറക്കത്ത് ചൊരിയാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുകയാണ് വേണ്ടത്. എത്രയോ ദമ്പതികളുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്ന ദുഃഖമുണ്ടെങ്കിലും അവരത് പുറത്തറിയിക്കാതെ സന്തോഷത്തോടുകൂടി അവർ ദമ്പതികളായി ജീവിക്കുന്നവരുണ്ട്. അതെന്താണ്? അതവർ അള്ളാഹുവിൽ തൃപ്തിപ്പെടുകയാണ്. അവരുടെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിപ്പിച്ചു തരണേ എന്നവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അവർ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. അള്ളാഹു സമയമാകുമ്പോൾ കൊടുക്കും, ഇനി കൊടുക്കാൻ വിചാരിച്ചിട്ടില്ലെങ്കിലോ അതിലായിരിക്കും തനിക്ക് ഖൈറ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹിക്കുവാനും ക്ഷമിക്കുവാനുമാണ് രക്ഷിതാക്കൾ, അതല്ലെങ്കിൽ ദമ്പതികൾ തയ്യാറാവേണ്ടത്. ചൂഷണ മേഖലകളെ ചികിത്സാ രംഗത്താണെങ്കിലും മതത്തിന്റെ പേരിൽ പറയുന്ന രംഗത്താണെങ്കിലും ഒക്കെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതാണ് ഈ രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായ സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകിക്കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ സമാധാനവും ശാന്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബാദികളെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.